സൗദിയിലെ റിയാദിൽ പുതിയൊരു വിമാനത്താവളം ഒരുങ്ങുകയാണ്. നിലവിലുള്ള വിമാനത്താവളത്തെ പൂർണ്ണമായും പതിയെ ഈ പുതിയ വിമാനത്താവളത്തിലേക്ക് മാറ്റും. ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് റിയാദിൽ ഒരുങ്ങാൻ പോകുന്നത്. കിങ് സൽമാൻ വിമാനത്താവളത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി പറയുന്നത്. റിയാദിന്റെ ഭാവി ആകാശഗോപുരമാണ് കിങ് സൽമാൻ ഇന്റർനാഷണൽ എയർപോർട്ട്. നവംബർ 28 സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് ഇതിന്റെ പ്രഖ്യാപനം നടത്തിയിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവള നഗരങ്ങളിൽ ഒന്നായി മാറ്റാനുള്ളതാണ് പദ്ധതി. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള പ്രധാന കവാടമായി പ്രവർത്തിക്കുകയും സുസ്ഥിര അത്യാധുനിക സാങ്കേതിക വിദ്യ, മികച്ച യാത്രാനുഭവം എന്നിവയാൽ നിർവചിക്കപ്പെടുന്നതാകും ഈ വിമാനത്താവളം. വിമാനത്താവളത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. മൊത്തം 57 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. അതിൽ 45 ചതുരശ്ര കിലോമീറ്റർ വിമാന പ്രവർത്തനങ്ങൾക്കും 12 ചതുരശ്ര കിലോമീറ്റർ വാണിജ്യ ലോജിസ്റ്റിക്സ് മേഖലകൾക്കുമാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഈ വിശാലമായ എയറോട്രോപോളിസിൽ ഹോട്ടലുകൾ, ഷോപ്പിംഗ് സോണുകൾ, ഓഫീസ് കോംപ്ലക്സുകൾ, റെസ്റ്റോറന്റുകൾ, പാർക്കുകൾ, മസ്ജിദുകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളും. അതായത് ഏകദേശം ഒരു പഴയ റിയാദ് നഗരത്തിന്റെ വലിപ്പം. നിർമ്മാണ ടൈം ലൈൻ വ്യക്തമാണ്. 2026 രണ്ടാം പാദത്തിൽ വർഷം 40 ദശലക്ഷം, അതായത് 4 കോടി യാത്രക്കാരെയാകും ഈ വിമാനത്താവളത്തിന്റെ ടെർമിനൽ കൈകാര്യം ചെയ്യുക. ടെർമിനൽ 6 നിർമ്മാണം ഉടൻ ആരംഭിക്കും. 2029 ആദ്യഘട്ടം പ്രവർത്തന സജ്ജമാകും. 2030 എക്സ്പോക്ക് മുന്നോടിയായി ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ശ്രമം. പുതിയ ഹാങ്ങറുകളും കെട്ടിടങ്ങളും അടുത്ത വർഷം ആരംഭിക്കും. 2027 ഇത് ഉപയോഗത്തിൽ വരികയും ചെയ്യും. നിലവിലെ റൺവേകളുടെ നവീകരണം ഡിസംബർ മുതൽ തുടങ്ങി 2027 പൂർത്തിയാകും. അതായത് ഇപ്പോൾ തന്നെ വിമാനത്താവളത്തിന്റെ നിർമ്മാണം തുടരുകയാണെന്നർത്ഥം. ജൂലൈയിൽ ടെർമിനൽ 6 എക്കണോമിക് ടെർമിനലും ഉൾപ്പെടെയുള്ള പ്രധാന ടെൻഡറുകൾ പൂർത്തിയാക്കിയിരുന്നു. ഭാവിയിൽ 6 വലിയ സ്വതന്ത്ര റൺവേകളായിരിക്കും വിമാനത്താവളത്തിനുണ്ടാവുക. പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയറിന്റെ ആസ്ഥാനം ഇവിടെയായിരിക്കും. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ഇവിടെ നിന്നും ആരംഭിക്കും. തീർത്ഥാടകർക്കും റിയാദ് സീസൺ, ഫോർമുല ഇ, ദിരിയ ഇവന്റുകൾ കാണാനെത്തുന്നവർക്കുമെല്ലാം ഇനി മറ്റുള്ള രാജ്യങ്ങളുടെ ട്രാൻസിറ്റ് ഉപയോഗപ്പെടുത്തേണ്ടി വരില്ല. അതായത് കണക്ഷൻ ഫ്ലൈറ്റ് ഇല്ലാതെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നേരിട്ട് ഇനി റിയാദിലേക്ക് പറക്കാനാകും. യാത്രക്കാർക്കായി നിരവധി പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. കുടുംബങ്ങൾക്കായി പ്രത്യേക സോണുകളും കളിസ്ഥലങ്ങളും ഉണ്ടാകും. സൗദി സാംസ്കാരിക മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഇന്റീരിയർ ആയിരിക്കും വിമാനത്താവളത്തിന്റെ സവിശേഷത. സൗദി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ചേർന്ന് AI അധിഷ്ഠിത സെക്യൂരിറ്റി, ഫേഷ്യൽ റെക്കഗ്നിഷൻ, ഓട്ടോമാറ്റിക് ഇമിഗ്രേഷൻ സംവിധാനങ്ങൾ നടപ്പാക്കും. ബാഗേജ് ഹാൻഡ്ലിംഗ് പൂർണ്ണമായും റോബോട്ടിക് സംവിധാനത്തിലേക്ക് മാറും. അതായത് ബാഗേജുകൾ നഷ്ടമാകുകയോ മാറിപ്പോകുകയോ സാഹചര്യമുണ്ടായാൽ
അവ പെട്ടെന്ന് കണ്ടെത്താനാകുമെന്ന് ചുരുക്കം. പൂർണ്ണമായും സോളാർ എനർജിയിലായിരിക്കും പ്രവർത്തനം. പച്ചപ്പ് നിറഞ്ഞ ഇടനാഴികകൾ, വിമാനങ്ങൾ കാണാനുള്ള ഗ്ലാസ് വാൾസ്, ടെർമിനലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തടസ്സമില്ലാത്ത ലൂപ്പുകൾ എന്നിവയും ഇവിടെയുണ്ടാകും. സാമ്പത്തികമായി ഈ പദ്ധതി വലിയ സംഭാവനയാകും സൗദിയുടെ സാമ്പത്തിക രംഗത്തിന് നൽകുക. വർഷം 27 ബില്യൺ സൗദി റിയാൽ, അതായത് ഏതാണ്ട് 60,000 കോടി ഇന്ത്യൻ രൂപയായിരിക്കും ഇതുവഴി എണ്ണ ഇതര GDP-യിലേക്ക് ചേർക്കുക. സർവീസസ്, കാർഗോ, പാർപ്പിടം, ആതിഥ്യ മേഖല, വിനോദം തുടങ്ങിയ മേഖലകളിൽ വൻ പ്രവർത്തനങ്ങൾ ഇതുവഴി സൃഷ്ടിക്കാനാകുമെന്നാണ് കണക്ക് കൂട്ടൽ. ഏകദേശം 1 ലക്ഷത്തിലേറെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. റിയാദിലെ ജനസംഖ്യ 2030 1.5 കോടി മുതൽ 2 കോടി വരെയാകുമെന്നുള്ള ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് പുതിയ വിമാനത്താവളം ഒരുക്കുന്നത്. ചുറ്റുമുള്ള കമ്മ്യൂണിറ്റികളുമായും എക്സ്പോ 2030, 2034 ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയ പദ്ധതികളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ് വിമാനത്താവളത്തിന്റെ നിർമ്മാണവും പ്രവർത്തനവുമെല്ലാം. കോടികളല്ല, ലക്ഷക്കണക്കിന് കോടി റിയാലാണ് ഇതിനായി ഇറക്കാൻ പോകുന്നത്. പ്രൈവറ്റ് കമ്പനികളെയും കൂട്ടുപിടിച്ചാണ് നിർമ്മാണം. ഇതിനകം വിമാനത്താവളത്തിന്റെ ഉന്നത ജോലികളിൽ ഇന്ത്യക്കാരും ഇടം പിടിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തെക്കുറിച്ച് കമ്പനി പറയുന്നത് ഇതാണ്: 2029 നിങ്ങൾ റിയാദിലേക്ക് വിമാനം കയറുമ്പോൾ ചെക്ക് ഇൻ കൗണ്ടറിന് പകരം ഒരു പൂന്തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുകയായിരിക്കും. ദൂരെ 6 റൺവേകളിൽ വിമാനങ്ങൾ വന്നിറങ്ങുന്നത് ഒരുപോലെ കാണാം. ഈന്തപ്പഴവും കഹ്വയും നുണഞ്ഞ് നിങ്ങൾ പുറത്തേക്കിറങ്ങും പുതിയ റിയാദിലേക്ക്.